ഹായ് പ്രിയ കൂട്ടുകാരെ, ഷിജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് രണ്ട് ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഇന്നിവിടെ തയ്യാറാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഒന്ന് ഏട്ടനുള്ള റാഗിപ്പുട്ടും ചിരട്ടപ്പുട്ടാണ് കേട്ടോ. ഒന്ന് ദേവനുള്ള ഇലയുടെ പോലെ നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നതാണ്. ഇങ്ങനെ ഇത് രണ്ടുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചിരട്ടയിൽ തയ്യാറാക്കിയതാണ് ചിരട്ടപ്പുട്ട്, അല്ല സ്റ്റീലിൻ്റെ പാത്രമല്ല. ഇത് നമ്മൾ റാഗിപ്പൊടി പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട്. അത് റാഗി പൗഡറിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും ജീരകവും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റായി അത് നനച്ച് വെച്ചിട്ട് ഇനി നമ്മൾ കുക്കറിൽ അല്പം വെള്ളം വെച്ചിട്ട് നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ചിരട്ടയിലേക്ക് നമുക്ക് പുട്ടിൻ്റെ പൊടി നിറച്ച് നമുക്ക് ആ വിസിലെടുത്ത് ആ ഭാഗത്തേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ചിരട്ടയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത് കുറേ നാളുകൊണ്ടേ ഞാൻ യൂസ് ചെയ്യുന്ന ചിരട്ടയാണത്. അതിലാണ് ഞാൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചിരട്ടപ്പുട്ട് അങ്ങോട്ട് വെച്ചതിന് ശേഷം ദോശയുടെ കാര്യങ്ങൾ നോക്കാം. കൂട്ടുകാരെ, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നോക്കൂ, നല്ല നീറ്റായിട്ട് അതിൻ്റെ പുറത്തുള്ള ആ ഒരു നാര് പോലുള്ള ആ സംഭവങ്ങളെല്ലാം ഞാൻ സാൻഡ് പേപ്പർ വെച്ച് റിമൂവ് ചെയ്തെടുത്തിട്ടുള്ളതാണത്. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ക്യാരറ്റ് പുട്ട് തയ്യാറാക്കിയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ പുട്ടിൻ്റെ വീഡിയോയുടെ ലിങ്ക് അതിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സ് ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങ കൂടി വെച്ചു. പിന്നീട് ഇച്ചിരി ക്യാരറ്റും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്കത് ആ കുക്കറിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആ കണ്ണ് ഭാഗമുള്ള ചിരട്ടയില്ലേ അതെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ കണ്ണ് ഒന്ന് മാറ്റി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ഹോളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെക്കണം. അതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ പാനും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതെൻ്റെ ദേവനുള്ള ഗ്യാസ് ലീക്കായി ഒന്ന് കത്തിയില്ലേ, സാരമില്ല. പിന്നീട് അല്പം ഗീ ഒന്ന് തൂവി കൊടുക്കാം നമുക്ക്. പിന്നീട് നമ്മൾ മുകളിലേക്ക് ആവി വരാൻ തുടങ്ങിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആ പുട്ടിനെ അടച്ചു കൊടുക്കാഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു അടപ്പ് പാത്രം അതിന് മറിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് അങ്ങോട്ട് മറിയത്തില്ല, അവിടെ നമ്മുടെ ആ ഗ്ലാസ് സ്റ്റാൻഡ് അവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട്. നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളല്പം ഗീ അങ്ങനെ തൂവി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ദോശയായിട്ട് എടുക്കുന്നത് ഒരു 4-5 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ടയും കുറച്ച് തേങ്ങയും അതേപോലെ അതിനാവശ്യത്തിനുള്ള ഉപ്പും അല്പം ജീരകവും കൂടെ നമ്മൾ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലേശം പോലും കട്ടയില്ലാണ്ട് നമ്മൾ പറ്റുമെങ്കിൽ മിക്സ് അധികം വെള്ളമായി പോകരുത്. ഇതണ്ടേ ഈ ഒരു പരുവത്തിലായിരിക്കണം. നമ്മുടെ ദോശമാവിൻ്റെ അതേ പരുവത്തിലായിരിക്കണം, കൂടുതൽ ലൂസായി പോകരുത്. ഇത് നമുക്ക് ആ പാനൊന്ന് ചൂട് കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ കോരി ഒഴിക്കുന്ന ആ തവിയെ പറ്റി ഇങ്ങനെ പോരും തിരികെ.
ഇത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ താറാമുട്ട വെച്ചിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കി വന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടയാണിത്. ഇല വയ്ക്കാതെ കണ്ട് തന്നെ നമുക്ക് ഇല ഇല്ല, നമ്മുടെ വിദേശികളൊക്കെ താമസിക്കുന്നവർക്ക് വാഴയില കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് മടക്കി അങ്ങനെ അട പോലെ തന്നെ ആക്കിയെടുക്കും. ഇലയില്ലെന്നേ ഉള്ളൂ, പക്ഷേ അടയുടെ അതേ ഒരു ആ ഇലയിലുണ്ടാക്കുന്ന മണമൊന്നും കിട്ടില്ല, എങ്കിൽ തന്നെയും നമുക്ക് ആ ഒരു ഫീലിംഗ് കഴിക്കാം, ഇത്ര തന്നെ. പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ പിന്നെ ഇലയുടെ പോലെ തയ്യാറാക്കുമ്പോൾ മുട്ട ചേർക്കുകയില്ല. ഇതിപ്പോൾ ദേവൻ കുഞ്ഞിനായതുകൊണ്ട് ഞാനിങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്കണ്ടേ. അവന് റാഗിയുടെ പുട്ടും റാഗിയുടെ എന്ത് ഐറ്റംസ് ഉണ്ടാക്കിയാലും അവനതൊന്നും ഇഷ്ടമല്ല. ഇപ്പോൾ രാവിലെ രണ്ടാൾക്കൂടെ പോകണ്ടല്ല, അപ്പോൾ ഞാനതിന് അച്ഛന് റാഗി പുട്ടും ഉണ്ടാക്കി, മോനിങ്ങനെ ഒരു ദോശ പോലെ ഉണ്ടാക്കിയിട്ട് തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇനി ഒരു സ്പൂണ് ഗീ ആ ദോശമാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഉരുകി നന്നായിട്ട് അത് കട്ടിയായിട്ടിരിക്കുകയാണ് ആ ഗീ. അപ്പോൾ അത് എല്ലായിടത്തേക്കും നമുക്കൊന്ന് ആ ചട്ടകം വെച്ചൊന്ന് നിരത്തി കൊടുക്കുക ആ ഗീ. എന്നിട്ടത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നൈസായിട്ട് ഉള്ളതാണ്, തീരെ കട്ടിയില്ല. ആ നമ്മളൊരു മുട്ട പൊരിച്ചെടുക്കുന്ന ആ ഒരു ഫീലേ ആവുള്ളൂ, അത്രയ്ക്ക് കട്ടി കുറവാണ്. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ച് കൊടുക്കുന്നത് തേങ്ങയും പഞ്ചസാരയും ഒരു അരക്കപ്പില്ല, ഒരു 1/4 കപ്പ്. അവന് 3 എണ്ണം തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു 3-4 സ്പൂണ് പഞ്ചസാരയും അതുപോലെ ഒരു 2-3 ഏലക്കയും ഇത്തിരി ജീരകവും കൂടെ ചേർത്ത്, ഏലക്ക നന്നായിട്ട് പൊടിച്ച് ജീരകവും പൊടിച്ചതാണ്, അതും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തതാണത്. പൊന്നു കഴിക്കില്ല, മധുരമൊക്കെ ഒന്നും പൊന്നു കഴിക്കില്ല. ദേവൻ കുഞ്ഞിന് മധുരമാണ് ഇഷ്ടം. ഇതിന് നമ്മൾ ആ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ അത് ഒട്ടി അങ്ങിരുന്നോളും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒന്നും അത് പൊഴിഞ്ഞു പോവില്ല. നന്നായിട്ട് സൈഡെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത്തിരി നെയ്യ് കൂടി അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. നമ്മുടെ പുട്ടിന് ആവി ഇത്തിരി വന്നിട്ടുണ്ട്, എങ്കിലും ഇത്തിരി നേരം കൂടി ഇരിക്കട്ടെ. റാഗിയല്ലേ, ഇത്തിരി ഒന്ന് വേകാൻ ഇത്തിരി ഒരു നന്നായി വെന്തില്ലെങ്കിൽ റെഡിയാവില്ല. ഇനി അങ്ങനെ അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അതിൻ്റെ പുറമൊക്കെ ഒന്ന് നല്ലൊരു ഗോൾഡൻ കളറായി വരണം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ, മധുരപ്രിയരായ മക്കൾക്ക് ഇഷ്ടമാവും. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മസാല, എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ നമുക്ക് മുട്ടയോ ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിനകത്തിട്ട് ഇട്ടിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. സാൻഡ്വിച്ച് പോലൊക്കെ ആക്കിയെടുക്കാമെങ്കിൽ കുട്ടികൾ കഴിക്കും. ആ മധുരം ഇഷ്ടമല്ലാത്തവർക്ക്. കണ്ടില്ലേ, ചിരട്ടയുടെ പുട്ട് നമ്മൾ തയ്യാറാക്കി ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ തയ്യാറാക്കാം. ആകെ 2 പുട്ടേ തയ്യാറാക്കിയിട്ടുള്ളൂ. അതുപോലെ ദേവിന് വേണ്ടിയിട്ട് ഒരു 3 അടയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ, അവന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അടുത്ത പുട്ടും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അട ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ആ താറാവ് മുട്ട വെച്ച് തയ്യാറാക്കുന്നതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവുമാണ്. അമ്മ തയ്യാറാക്കുന്ന അത് താറാവ് മുട്ട വെച്ചാണ് തയ്യാറാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് അത്. ഇവിടെ അങ്ങനെ കിട്ടാറില്ല താറാവ് മുട്ടയിൽ നിന്ന്, കോഴിമുട്ട തന്നെ. നമ്മൾ ചിരട്ടപ്പുട്ട് ചിരട്ടയിൽ തന്നെ വെച്ചിട്ട് ചിരട്ടപ്പുട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അല്ലാതെ പുട്ടുകുറ്റിയിൽ തയ്യാറാക്കുന്ന പുട്ടിനോടൊരു മടുപ്പ് വരും.
ആ ചിരട്ടയിൽ ഇരുന്ന് അങ്ങനെ ആവി വരുന്നതിൻ്റെ മണം. അതുപോലെ തന്നെ ഒരു ചിരട്ട വെച്ച് കമത്തി അടച്ചിട്ട് തയ്യാറാക്കുകയും കൂടെ ചെയ്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ അടുക്കലില്ല, എൻ്റെ അടുക്കൽ ഈ 2 ചിരട്ട മാത്രമേ ഉള്ളൂ. അത് ഞാൻ കളയാണ്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അത് പോയി പുട്ടുണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ സൂക്ഷിച്ച് അതേ വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിരുന്നതാണ്. ഒരു ചകിരിയുടെ ഒരു അംശം പോലും ഇല്ല, എല്ലാം സാൻഡ് പേപ്പർ വെച്ച് ഞാൻ ചിരണ്ടി കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ഇതേപോലെ നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി പുട്ടിന് ഇതിന് പിന്നെ കറിയൊന്നും വേണ്ടല്ലോ. ഇനി പുട്ടിന് പയറ് റെഡിയാക്കണം, പപ്പടം ആക്കണം, ഇത്രയും കൂടി ജോലിയുണ്ട്. ഇനി അവന് ബാക്കിയുള്ള ദോശ കൂടി നമുക്ക് അതുപോലെ റെഡിയാക്കി എടുക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കണ്ട. ഇതുപോലെ എളുപ്പം നമുക്ക് തയ്യാറാക്കുന്ന വീഡിയോസുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ ബ്യൂട്ടി ടിപ്സൊക്കെ പുതിയ ബ്യൂട്ടി ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെയ്യ് അല്പം ഒന്ന് തൂക്കി കൊടുക്കാം. അതൊന്ന് അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ആ നെയ്യൊന്ന് ഉരുകി വരും. അപ്പോൾ നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ടോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത പുട്ട്, എൻ്റെ കൈ പൊള്ളി കേട്ടോ, നല്ല ചൂടുണ്ട് ആ ചിരട്ടയ്ക്ക്. അത് ചെന്ന് പിടിച്ചിട്ടുണ്ട്, കൈ നന്നായിട്ടൊന്ന് ചൂട് തട്ടിയിട്ടുണ്ട്. അത് ഇനി നമുക്ക് 2 കൈയും കൊണ്ട് എടുക്കുകയാണ്. അതും പ്ലേറ്റിലിട്ട് വെച്ചിട്ട് നമുക്ക് നോക്കും. 2 ചിരട്ടപ്പുട്ട് ഇങ്ങനെ റെഡിയായിരിക്കുന്നു. അതിൻ്റെ നോക്കൂ, ക്യാരറ്റും തേങ്ങയും ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന കണ്ടില്ലേ. ഇനി നമുക്ക് ആ ദോശ കൂടി തയ്യാറാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഗുഡ് ബൈ.